ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2020 നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കർ ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കേരള PSC പ്രസിദ്ധീകരിച്ച ഫൈനൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ കോഡ് 025/2020. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The shape of the warning sign in safety is. ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രയാങ്കുലർ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് എക്സ്റ്റിങ്ക്വിഷർ ഫോർ ഫയർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫ്ലെയിമബിൾ ലിക്വിഡ്. ആൻസർ ഓപ്ഷൻ എ, ഫോം ടൈപ്പ്. 3. The specific gravity of the sink is. ഓപ്ഷൻ ബി 7. 4. The melting point of the silver is. ഓപ്ഷൻ സി 964 ഡിഗ്രി സെൽഷ്യസ്. 5. ഗൺ മെറ്റൽ അലോയ് കണ്ടെയ്ൻസ്. ഗൺ മെറ്റലിൽ എന്ന അലോയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, കോപ്പർ, ടിന്ന്, സിങ്ക്. 6. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റീൽ പ്ലേറ്റ് ആർ ഡെസിഗ്നേറ്റഡ് ആസ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ISPL. 7. വിച്ച് ഓഫ് ദ ഫോളോവിങ് മെറ്റൽ ഹാസ് ഹയസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളത് ഓപ്ഷൻ ബി, ലെഡിനാണ്. 8. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഷീറ്റ് മെറ്റൽ ഈസ് ദ ചീപ്പസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഷീറ്റ് മെറ്റലാണ് ബ്ലാക്ക് അയൺ. ഓപ്ഷൻ എ. 9. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്സ്. ഹൈലി കൊറോസീവ് ആയിട്ടുള്ള ആസിഡ് ടാങ്ക് ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ് ആണ് ലെഡ് ഷീറ്റ്. ഓപ്ഷൻ ബി, ലെഡ് ഷീറ്റ്. 10ാമത്തെ ചോദ്യം, ദ മെറ്റൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ് കണ്ടെയ്നർ. ഫുഡ് കണ്ടെയ്നർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റ് മെറ്റലാണ് ടിൻ. 11. നെയിം ഓഫ് ദ ഫോൾഡഡ് എഡ്ജ് ഓൺ എ ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്. ഒരു ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റിൻ്റെ ഫോൾഡഡ് എഡ്ജിനെ പറയുന്ന പേരാണ് ഹെം. ഓപ്ഷൻ ബി, ഹെം. 12ാമത്തെ ചോദ്യം, ദ റീഡിംഗ് ആക്യുറസി ഓഫ് ദ സ്റ്റീൽ റൂൾ. ഒരു സ്റ്റീൽ റൂളിൻ്റെ റീഡിംഗ് ആക്യുറസി എന്ന് പറയുന്നത് ഓപ്ഷൻ സി 0.5 mm ആയിരിക്കും. 13. ആക്യുറസി ഓഫ് ദ ഔട്ട്സൈഡ് കാലിപ്പർ ഈസ് ലിമിറ്റഡ് ടു. ഒരു ഔട്ട്സൈഡ് കാലിപ്പറിൻ്റെ ആക്യുറസി 0.5 mm വരെ ആയിരിക്കും. 14ാമത്തെ ചോദ്യം, ഇൻ വിച്ച് പാർട്ട് ഓഫ് ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ദ ഡാറ്റം ലൈൻ ഈസ് മാർക്ഡ്. ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ പാർട്ടിൽ എവിടെയാണ് ഡാറ്റം ലൈന് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി, ബാരലാണ് ശരി ഉത്തരം. 15ാമത്തെ ചോദ്യം, വെർനിയൽ ബിവർ പ്രൊട്രാക്ടർ ക്യാൻ മെഷർ ആംഗിൾ പ്രിസൈസ്ലി ടു ആൻ ആക്യുറസി ഓഫ് ഡാഷ് മിനിറ്റ്. ഒരു വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എത്ര ആക്യുറസി വരെ ആംഗിൾ മെഷർ ചെയ്യാൻ സാധിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 മിനിറ്റാണ് ശരി ഉത്തരം. 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ കോമ്പിനേഷൻ സെറ്റ്. ഒരു കോമ്പിനേഷൻ സെറ്റിൻ്റെ പാർട്ട് അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പ്രൊട്രാക്ടർ ഹെഡ്, റൂള്, സ്ക്വയർ ഹെഡ്, ഗേജ്. ഇവയിൽ ഗേജ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സെറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. 17ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ദ യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ. യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയറിൻ്റെ മറ്റൊരു പേരാണ് ഗിൽബോ ഷിയർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ, ഗിൽബോ ഷിയർ ആണ് യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയറിൻ്റെ മറ്റൊരു പേര്. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്, ദ പിച്ച് ഓഫ് ദ ഹാക്സോ ബ്ലേഡ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഹൈ കാർബൺ സ്റ്റീൽ ഈസ് ഡാഷ് mm. അതായത് ഹൈ കാർബൺ സ്റ്റീൽ HCC കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാക്സോ ബ്ലേഡിൻ്റെ പിച്ച് എത്ര mm ആയിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1.4 mm. 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പോയിൻറ്റ് ആംഗിൾ ഓഫ് ദ ഡ്രിൽ ഫോർ ഡ്രില്ലിംഗ് ദ മെറ്റീരിയൽ സ്റ്റീൽ ആൻഡ് കാസ്റ്റ് സ്റ്റീൽ 70-120 kg f/mm². അപ്പോൾ പോയിൻറ്റ് ആംഗിൾ ഓഫ് ദ ഡ്രില്ല് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, 130 ഡിഗ്രി. 20ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്ക്രൂ ഡ്രൈവർ ഈസ് യൂസ്ഡ് ഫോർ അപ്ലൈയിങ് ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ്. താഴെ പറയുന്ന സ്ക്രൂ ഡ്രൈവേഴ്സിൽ ഏറ്റവും കൂടുതൽ ടേണിംഗ് ഫോഴ്സ്
അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏതിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ, ഹെവി ഡ്യൂട്ടി, ഓഫ്സെറ്റ്, സ്റ്റാൻഡേർഡ്. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓഫ്സെറ്റ്. 21. വിച്ച് ഷീറ്റ് മെറ്റൽ സീം ഈസ് യൂസ്ഡ് ഇൻ ടോയ്സ്? ടോയ്സ് കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്ന ഷീറ്റ് മെറ്റൽ സീം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേക്ക് ജോയിൻറ്റ്. 22. ഫോർ എ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റ് വിഡ്ത്ത് ഓഫ് ഗ്രൂവർ 6 mm ആൻഡ് ഷീറ്റ് തിക്നെസ് ഈസ് 0.5 mm, ദെൻ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ്. ഒരു ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റിൽ വിഡ്ത്ത് ഓഫ് ദ ഗ്രൂവർ തന്നിട്ടുണ്ട് 6 mm. അതേപോലെ തന്നെ ഷീറ്റ് ഓഫ് ദ തിക്നെസ് 0.5 mm തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 4.5 mm. 23. The longitudinal seam used in curved section of duct work is. അതായത് ഒരു ഡക്റ്റ് വർക്കിൻ്റെ കർവ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സീം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, പിറ്റ്സ്ബർഗ് സീമാണ് ശരി ഉത്തരം. 24. അലവൻസ് ഫോർ പാൻ ഡൗൺ സീം ഇൻ ഷീറ്റ് മെറ്റൽ. ഒരു പാൻ ഡൗൺ സീമിൻ്റെ അലവൻസ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 2W + 2T ആണ് ശരി ഉത്തരം. 25. വിച്ച് നോച്ച് ഈസ് യൂസ്ഡ് വെൻ സിംഗിൾ ഹെം മീറ്റ് അറ്റ് റൈറ്റ് ആംഗിൾ? സിംഗിൾ ഹെം റൈറ്റ് ആംഗിളായിട്ട് മീറ്റ് ചെയ്യുമ്പോഴുള്ള യൂസ് ചെയ്യുന്ന നോച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ലാൻഡ് നോച്ചാണ് സിംഗിൾ ഹെം റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന നോച്ച്. അടുത്ത 26ാമത്തെ ചോദ്യം. ഇൻ വി നോച്ച് ബോത്ത് സൈഡ് ആർ കട്ട് അറ്റ് ഡാഷ് ഡിഗ്രി ആംഗിൾ ടു ദ എഡ്ജ് ഓഫ് ഷീറ്റ്. വി നോച്ചിൽ എത്ര ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നതാണ് ചോദ്യം. ആൻസർ 45 ഡിഗ്രിയിലാണ്. രണ്ട് സൈഡും കട്ട് ചെയ്യുന്നത് 45 ഡിഗ്രിയിലായിരിക്കും. 27ാമത്തെ ചോദ്യം. വാട്ട് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഫോളോഡ് ഫോർ കോൺ ആൻഡ് പിരമിഡ്? കോണിനും പിരമിഡിനും ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, റേഡിയൽ ലൈൻ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് കോണിനും പിരമിഡിനും സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത 28ാമത്തെ ചോദ്യമാണ്. വിച്ച് മെത്തേഡ് ഓഫ് ദ പാറ്റേൺ ലേഔട്ട് ഈസ് യൂസ്ഡ് ഫോർ ട്വിസ്റ്റഡ് ടേപ്പർ സ്ക്വയർ? ട്വിസ്റ്റഡ് ടേപ്പർ സ്ക്വയറിൽ ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ ലേഔട്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ട്രയാങ്കുലേഷൻ ആണ് ശരി ഉത്തരം. 29ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ആർക്ക് ലെങ്ത് ഇൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് പാറ്റേൺ ഡെവലപ്മെൻറ്റ്? ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് പാറ്റേൺ ഡെവലപ്മെൻറ്റിൽ ആർക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, L = 2πr × Q ഡിഗ്രി / 360 ആണ് ശരി ഉത്തരം. L = ആർക്ക് ലെങ്ത് L = 2πr × Q ഡിഗ്രി / 360. 30ാമത്തെ ചോദ്യം. വാട്ട് ഈസ് യൂസ്ഡ് ഇൻ ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രീസ് ഫോർ ചെക്കിംഗ് കോണ്ടൂർ ഓഫ് റേഡിയസ് കോർണർ വൈൽ ബെൻഡിങ് പ്ലേറ്റ്? അതായത് ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രീസിൽ കോണ്ടൂർ ഓഫ് റേഡിയസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെംപ്ലേറ്റ്. 31. വിച്ച് മെറ്റൽ ഇൻ ദ ഫോളോവിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് റിവെറ്റ്? അതായത് താഴത്ത് വന്നിരിക്കുന്ന കുറച്ച് മെറ്റലുകളാണ്, അതിൽ റിവെറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്ത മെറ്റൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ലോ കാർബൺ സ്റ്റീൽ, ബ്രാസ്, അലുമിനിയം, കാസ്റ്റ് അയൺ. ഇതിൽ കാസ്റ്റ് അയൺ ഉപയോഗിച്ച് റിവെറ്റ് നിർമ്മിക്കാൻ സാധ്യമല്ല, അപ്പോൾ അത് ഓപ്ഷൻ ഡി കാസ്റ്റ് അയൺ ആണ് ശരി ഉത്തരം. 32. വാട്ട് ഈസ് എ ഫോർമുല ജനറലി യൂസ്ഡ് ഇൻ ഷോപ്പ് ഫ്ലോർ ഫോർ ലെങ്ത് ഓഫ് സ്നാപ്പ് ഹെഡ് റിവെറ്റ്? ലെങ്ത് ഓഫ് സ്നാപ്പ് ഹെഡ് റിവെറ്റിൻ്റെ ഇക്വേഷൻ L = T + 1.5D ആയിരിക്കും. 33. ദ നമ്പർ ഓഫ് ജോയിൻ കോമൺലി യൂസ്ഡ് ഇൻ റിവെറ്റിംഗ് ആർ? റിവെറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ജോയിൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 4 ആണ് ശരി ഉത്തരം. 34ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പിച്ച് ഓഫ് റിവെറ്റ്
ഇൻ ചെയിൻ റിവറ്റിങ്ങിൽ പിച്ച് ഓഫ് റിവറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് 3D. 35ാമത്തെ ചോദ്യം, ടോട്ടൽ ഷീറ്റ് മെറ്റൽ ബേസ് തിക്നെസ് അപ് ടു ഡാഷ് mm ക്യാൻ ബി യൂസ്ഡ് ഫോർ സെമി ട്യൂബുലർ ആൻഡ് മെറ്റൽ പീസിംഗ് റിവറ്റ്. അത് സെമി ട്യൂബുലറും അതുപോലെ മെറ്റൽ പീസിംഗ് റിവറ്റിലും എത്ര വരെ ടോട്ടൽ ഷീറ്റ് മെറ്റലിൻ്റെ തിക്നെസ് എത്ര വരെ വരാമെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2.5 mm വരെ തിക്നെസ് വരാൻ സാധിക്കും. 36ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ലേസി ടോങ്. ലേസി ടോങ്ങിൻ്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ലിങ്കേജസ്, യോക്ക്, ബുഷ്, ഫൾക്രം പിൻ. ഇതിൽ ബുഷ് എന്ന് പറയുന്നത് ലേസി ടോങ്ങിൻ്റെ ഭാഗമല്ല. ലിങ്കേജസും യോക്കും ഫൾക്രം പിന്നുമൊക്കെ ലേസി ടോങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. 37ാമത്തെ ചോദ്യം, വൈൽ റിവറ്റിംഗ് സംടൈംസ് റിവറ്റ് ടെൻസ് ടു ബെൻഡ് ആൻഡ് ഡീഫോം ബിക്കോസ്. റിവറ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ റിവറ്റ്സ് ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്, ഡീഫോം ആവാനും ചാൻസ് ഉണ്ട്. അതിനുള്ള കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഹോള് ഈസ് ടു ലാർജ്. ഹോള് വലുതാകുമ്പോഴാണ് റിവറ്റ് ബെൻഡ് ആവാനും ഡീഫോം ആവാനും ഒക്കെ ചാൻസ് ഉള്ളത്. 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിവറ്റ് ദാറ്റ് മെൻഷൻ ടു പ്രൊഡ്യൂസ് 2 prongs അറ്റ് ദ ഷാങ്ക് എൻഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് റിവറ്റാണ് 2 prongs അറ്റ് ദ ഷാങ്ക് എൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ബൈഫൊർക്കേറ്റഡ് റിവറ്റാണ് ശരി ഉത്തരം. 39ാമത്തെ ചോദ്യം നോക്കാം. ലാഗ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ അപ് ടു ഡാഷ് ഇഞ്ചസ്. ലാഗ് സ്ക്രൂസ് എത്ര ഇഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? 6 inches ആണ് ശരി ഉത്തരം. ലാഗ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ അപ് ടു 6 inches. 40ാമത്തെ ചോദ്യം, നെയിം ദ സിലിണ്ട്രിക്കൽ തിൻ ഡിസ്ക് വിത്ത് ഹോൾ ഇൻ ദ സെൻറ്റർ. അതായത് സിലിണ്ട്രിക്കൽ തിൻ ഡിസ്ക്, അതിൻ്റെ സെൻറ്ററിൽ ഹോളുള്ള സിലിണ്ട്രിക്കൽ തിൻ ഡിസ്കിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പ്ലെയിൻ വാഷർ എന്നാണ് വിളിക്കുന്നത്. 41ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ടിൻ ലെഡ് റേഷ്യോ കോമ്പോസിഷൻ ഇൻ എക്സ്ട്രാ ഫൈൻ സോൾഡർ. എക്സ്ട്രാ ഫൈൻ സോൾഡറിൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സോൾഡറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ടിന്നും ലെഡും. അപ്പോൾ ടിന്ന് അവിടെ 66% ലെഡ് 34% 42ാമത്തെ ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് കോപ്പർ ആൻഡ് കോപ്പർ അലൈസ്. കോപ്പറും കോപ്പർ അലൈസും യൂസ് ചെയ്തിട്ടാണ് സോൾഡറിങ് അയൺ ഉണ്ടാക്കുന്നത്. 43, വാട്ട് ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഇൻ ഹാൻഡ് ഫോർജിങ്. ഹാൻഡ് ഫോർജിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്യൂവലാണ് ചാർക്കോൾ. 44, വാട്ട് ഇനോർഗാനിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ടിൻ ബ്രോൺസ്. ടിൻ ബ്രോൺസ് സോൾഡർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇനോർഗാനിക് ഫ്ലക്സിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കിൽഡ് സ്പിരിറ്റ്. കിൽഡ് സ്പിരിറ്റ് ഉപയോഗിച്ചാണ് ടിന്ന് ബ്രോൺസ് സോൾഡർ ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഇനോർഗാനിക് ഫ്ലക്സ് ആണ് കിൽഡ് സ്പിരിറ്റ്. 45ാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സ്ക്വയർ സെക്ഷൻ ഓഫ് ദ സെഗ്മെൻ്റൽ ബെൻഡ് പൈപ്പ്. ഒരു സെഗ്മെൻ്റൽ ബെൻഡ് പൈപ്പിൻ്റെ സ്ക്വയർ സെക്ഷനുമായിട്ട് ബന്ധമില്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ത്രോട്ട്, ഹീല്, മിറ്റർ ലൈൻ, ക്ലിയറൻസ്. ഇതിൽ ക്ലിയറൻസ് ഒരു സെഗ്മെൻ്റൽ ബെൻഡ് പൈപ്പിൻ്റെ സ്ക്വയർ സെക്ഷനുമായിട്ട് റിലേറ്റഡ് അല്ല. 46ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് പാറ്റേൺ ഡെവലപ്മെൻറ്റ് ഫോർ എ 90° എൽബോ ഓഫ് ഈക്വൽ ഡയമീറ്റർ. ഒരു 90° എൽബോ ഓഫ് ഈക്വൽ ഡയമീറ്ററിൻ്റെ മെത്തേഡ് ഓഫ് പാറ്റേൺ ഡെവലപ്മെൻറ്റ് ഏതായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ് പാരലൽ ലൈൻ പാറ്റേൺ ഡെവലപ്മെൻ്റ് ആണ് ഒരു 90° എൽബോയിൽ യൂസ് ചെയ്യുന്നത്. 47ാമത്തെ ചോദ്യം, എ ടി ജോയിൻറ്റ് മേ ബി ടേക്കിൻ ആസ് ദ കോമ്പിനേഷൻ ഓഫ്. ഒരു ടി ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എൽബോയുടെ കോമ്പിനേഷനാണ് നമ്മൾ ടി ജോയിൻ്റ് എന്ന് പറയുന്നത്.
48ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ എസെൻഷ്യൽ ടു ഡു സോൾഡറിങ്? താഴെ തന്നിരിക്കുന്നവയിൽ സോൾഡറിങ് ചെയ്യുന്നതിന് എസെൻഷ്യൽ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: എ കറക്റ്റ് ജോയിൻറ്റ് ഡിസൈൻ, ഓപ്ഷൻ ബി പ്രിപ്പറേഷൻ ഓഫ് ദ ജോയിൻറ്റ്, ഓപ്ഷൻ സി സെലക്ഷൻ ഓഫ് സോൾഡർ, ഓപ്ഷൻ ഡി ക്ലീൻ വിത്ത് വയർ ബ്രഷ്. ഇതിൽ ഓപ്ഷൻ ഡി ക്ലീൻ വിത്ത് വയർ ബ്രഷ് എന്നത് ഒരു സോൾഡറിങ് വേണ്ട മെറ്റീരിയലിൻ്റെ എസെൻഷ്യൽ ഫീച്ചർ ആയിട്ട് വരുന്നില്ല. 49ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് സോൾഡറിങ് അപ്ലൈഡ് ഇൻ റെക്ടിഫൈങ് ദി ലീക്കേജ് ഓഫ് വാട്ടർ ടാങ്ക് ആൻഡ് ഫ്യൂവൽ ടാങ്ക്? ഒരു വാട്ടർ ടാങ്കിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്കിൻ്റെ ലീക്കേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോൾഡറിങ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. സ്വെറ്റിംഗ് സോൾഡറിങ് എന്നാണ് അതിനെ പറയുന്ന പേര്. വാട്ടർ ടാങ്കിൻ്റെയും ഫ്യൂവൽ ടാങ്കിൻ്റെയും ഒക്കെ ലീക്കേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോൾഡറിങ് മെത്തേഡിൻ്റെ പേരാണ് സ്വെറ്റിംഗ് സോൾഡറിങ്. അടുത്ത 50ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് എ പോയിൻ്റ് ആംഗിൾ ഓഫ് ചിസൽ ടു കട്ട് ദ മെറ്റൽ ബ്രാസ്? മെറ്റൽ ബ്രാസ് കട്ട് ചെയ്യുന്നതിനുള്ള ചിസലിൻ്റെ പോയിൻ്റ് ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 50 ഡിഗ്രിയാണ് ശരി ഉത്തരം. 51ാമത്തെ ചോദ്യം, ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി ബോക്സൈറ്റ്? അലൂമിനിയത്തിൻ്റെ ഒരു ഓറാണ് ബോക്സൈറ്റ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. Al2O3 NH2O. ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് Al2O3 NH2O. 52, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ കോപ്പർ? കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? ഓപ്ഷൻ എ 8.92 ആണ് കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. 53, നെയിം ദ അലോയ് ഫ്രം ദ ഫോളോയിങ് കോമ്പിനേഷൻ. അലൂമിനിയം 92.5%, കോപ്പർ 4%, നിക്കൽ 2%, മഗ്നീഷ്യം 1.5%. അപ്പോൾ ഇതൊക്കെയുള്ള അലോയ് താഴെ പറയുന്നതിൽ ഏതാണ്? വൈ അലോയിലാണ് അലൂമിനിയത്തിൻ്റെ പെർസെൻറ്റേജ് 92.5%, കോപ്പർ 4%, നിക്കൽ 2%, മഗ്നീഷ്യം 1.5% വരുന്നത്. 54ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്? പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? ഓപ്ഷൻ എ കോബാൾട്ട് സ്റ്റീലാണ് ശരി ഉത്തരം. 55, കാൽക്കുലേറ്റ് ദ RPM ഫോർ എ ഹൈ സ്പീഡ് സ്റ്റീൽ ഡ്രിൽ ഓഫ് 24 diameter ഇൻ MS. കട്ടിംഗ് സ്പീഡ് ഓഫ് ദ MS 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് RPM ആണ്, റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. സ്പീഡ് ഡ്രില്ലിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 24, കട്ടിംഗ് സ്പീഡ് തന്നിട്ടുണ്ട് 30. നമുക്ക് കണ്ടെത്തേണ്ടത് RPM ആണ്. അപ്പോൾ അത് ആൻസർ വരുന്നത് ഡി 398. V = πdn 60, πdn / 60 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇത് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. 56ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ദ ടൂൾ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് നമ്പർ ഓഫ് ബെൻസ് ഓൺ ദ സെയിം കമ്പോണൻറ്റ് ക്ലിയറൻസ് ഫോർ പ്രീവിയസ് ബെൻ ഹാസ് ടു ബി കൺസിഡേർഡ് ഇൻ പ്രസ് ബ്രേക്ക്? ഓപ്ഷൻ സി ഗൂസ് നെക്ക് പഞ്ചാണ് ശരി ഉത്തരം. 57, ദ ഓപ്പറേഷൻ ഓഫ് ഫോമിംഗ് ഇംപ്രഷൻ ഓഫ് ഫിഗേഴ്സ് ലെറ്റേഴ്സ് ഈസ് കോൾഡ്? അതായത് ഫിഗേഴ്സും ലെറ്ററും ഒക്കെ ഫോം ചെയ്യുന്നതിനുള്ള ഓപ്പറേഷൻ, അതുതന്നെയാണ് നമ്മൾ എംബോസിങ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഓഫ് ഫോമിങ് ഇംപ്രഷൻസ് ഓഫ് ഫിഗേഴ്സ് ആൻഡ് ലെറ്റർ, ഫിഗേഴ്സിൻ്റെയും ലെറ്റേഴ്സിൻ്റെയൊക്കെ ഇംപ്രഷൻസ് ഫോം ചെയ്യുന്നതിനുള്ള ഓപ്പറേഷനാണ്, ഫോമിംഗ് ഓപ്പറേഷനാണ് എംബോസിങ് എന്ന് പറയുന്നത്. 58ാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ക്ലീൻ ആൻഡ് സ്ക്രാച്ച് ഫ്രീ സർഫസ് ഈസ് കോൾഡ്? താഴെ തന്നിരിക്കുന്നതിൽ സർഫസിനെ സ്ക്രാച്ച് ഫ്രീ ആക്കുകയും ക്ലീൻ ആക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ് പോളിഷിംഗ്. 59ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ബഫിംഗ് മെറ്റീരിയൽ ഈസ് എ പൗഡേർഡ് ലാവ വൈറ്റ് ഇൻ കളർ യൂസ്ഡ് ഫോർ സ്ക്രബിംഗ് ക്ലീനിങ് ആൻഡ് പോളിഷിംഗ്? സ്ക്രബിങ്ങിനും ക്ലീനിങ്ങിനും പോളിഷിങ്ങിനുമൊക്കെ യൂസ് ചെയ്യുന്ന ബഫിംഗ് മെറ്റീരിയൽ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി പ്യൂമിസ് ആണ് ശരി ഉത്തരം. സ്ക്രബിങ്ങിനും ക്ലീനിങ്ങിനും പോളിഷിങ്ങിനുമൊക്കെ യൂസ് ചെയ്യുന്ന ബഫിംഗ് മെറ്റീരിയലാണ് പ്യൂമിസ്.
അടുത്തത് 60ാമത്തെ ചോദ്യമാണ്. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡിങ് മെഷീൻ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷനിലില്ല. അതുകൊണ്ട് PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. 61. ദ റേക്ക് ആൻഡ് പോക്കർ ഈസ് യൂസ്ഡ് ഫോർ. റേക്കും പോക്കറും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റിമൂവ് ക്ലിങ്കേഴ്സ് ഫ്രം ദ ഫയർ. അതായത് തീയിൽ നിന്നും ക്ലിങ്കേഴ്സ് റിമൂവ് ചെയ്യുന്നതിനാണ് റേക്കും പോക്കറും യൂസ് ചെയ്യുന്നത്. 62ാമത്തെ ചോദ്യം. ദ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് DC ഡിസ്റ്റർബ് ദ ആർക്ക് ഇൻ ആർക്ക് വെൽഡിംഗ് ഈസ് കോൾഡ്. ഓപ്ഷൻ ബി ആണ് ആർക്ക് ബ്ലോ ആണ് ശരി ഉത്തരം. 63ാമത്തെ ചോദ്യം. GUI സ്റ്റാൻഡ് ഫോർ ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിൽ GUI എന്നതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. 64. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ആൻഡ് ദ പോയിൻ്റ് വെയർ ദ വെൽഡ് മെറ്റൽ ടച്ചസ് ദ ബേസ് മെറ്റൽ ഈസ് കോൾഡ്. അതായത് ഡിസ്റ്റൻസ് ദൂരം എന്താണെന്ന്. ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽ മെറ്റലുകളുടെ ജംഗ്ഷനും തമ്മിലും ദ പോയിൻ്റ് വെയർ ദ വെൽഡ് മെറ്റൽ ടച്ചസ് ദ ബേസ് മെറ്റൽ. വെൽഡ് മെറ്റൽ ബേസ് മെറ്റലുമായിട്ട് ടച്ച് ചെയ്യുന്ന വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡിസ്റ്റൻസിൻ്റെ പേരാണ് ലെഗ് ലെങ്ത് എന്ന് പറയുന്നത്. ലെഗ് ലെങ്ത്. 65ാമത്തെ ചോദ്യം. ഇൻ വെൽഡിംഗ് ടെസ്റ്റ് വിച്ച് വൺ ഈസ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ വെൽഡിങ്ങിൽ NDT നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് വാട്ടർ ഗ്രാവിറ്റി ടെസ്റ്റാണ് NDT ആയിട്ട് വരുന്നത്. വെൽഡിങ്ങിലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ് വാട്ടർ ഗ്രാവിറ്റി ടെസ്റ്റ്. മറ്റുള്ള ബെൻഡ് ടെസ്റ്റും ഫ്രാക്ചർ ടെസ്റ്റും ഒക്കെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിലാണ് വരുന്നത്. 66ാമത്തെ ചോദ്യം. വിച്ച് ഡോളി ഈസ് യൂസ്ഡ് ഫോർ റിമൂവ് ഡെൻസ് ഓൺ ലോങ് ഡെപ്ത് മഡ് ഗാർഡ്. ഓപ്ഷൻ എ ഹീൽ ഷേപ്ഡ് ഡോളിയാണ് ശരി ഉത്തരം. 67ാമത്തെ ചോദ്യം. ഹൗ മെനി സ്റ്റേജസ് ആർ കൺസിഡർ ഫോർ പിസ്റ്റൺ ടൈപ്പ് കംപ്രസർ 2500 പ്രഷർ PSI കപ്പാസിറ്റി. ഒരു കംപ്രസർ 2500 PSI പ്രഷറുള്ള കംപ്രസറിൻ്റെ സ്റ്റേജസ് എത്രയാണെന്നാണ് ചോദ്യം. 3 സ്റ്റേജാണുള്ളത്. 68ാമത്തെ ചോദ്യം. വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ ടോഗിൾ ബിറ്റ്വീൻ ഓർത്തോ മോഡ് ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫംഗ്ഷൻ കീയാണ് യൂസ് ചെയ്യുന്നത്? ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടോഗിൾ ബിറ്റ്വീൻ ഓർത്തോ മോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ആണ് F8. ഓപ്ഷൻ ഡി F8 ആണ് ശരി ഉത്തരം. അടുത്തത് 69ാമത്തെ ചോദ്യമാണ്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റ് പാരലൽ സിംഗിൾ കോപ്പി ഓഫ് ലൈൻ ഓർ ആർക്ക്. ഓട്ടോകാഡിൽ തന്നെ യൂസ് ചെയ്യുന്ന കമാൻഡ് ടു ക്രിയേറ്റ് പാരലൽ സിംഗിൾ കോപ്പി ഓഫ് എ ലൈൻ. ഒരു ലൈനിൻ്റെ പാരലൽ സിംഗിൾ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓപ്ഷൻ ബി ഓഫ്സെറ്റ്. അടുത്തത് ട്രയാങ്കിൾ എന്ന സിമ്പൽ ഓട്ടോകാഡിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ മിഡ് പോയിൻ്റ് ഓഫ് ലൈൻ ഓഫ് ആൻ ആർക്ക്. ഒരു ആർക്കിൻ്റെ മിഡ് പോയിൻ്റ് ഓഫ് എ ലൈൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയാങ്കിൾ സിമ്പൽ ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്നത്. 71ാമത്തെ ചോദ്യം. വിച്ച് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസിഷൻ ഫോം ഓഫ് പീസസ്. ട്രാൻസിഷൻ ഫോംസ് ഓഫ് പീസസിന് വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ട്രയാങ്കുലേഷൻ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. 72. ദ വാട്ടർ ജെറ്റ് നോസിൽസ് ആർ ടിപ്പിക്കലി മേഡപ്പ് ഓഫ്. വാട്ടർ ജെറ്റ് നോസിൽസ് എന്തുപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സിൻറ്റേർഡ് ബൊറൈഡ് യൂസ് ചെയ്തിട്ടാണ് വാട്ടർ ജെറ്റ് നോസിൽസ് മേക്ക് ചെയ്തിരിക്കുന്നത്. 73ാമത്തെ ചോദ്യം. ദ ടെക്നിക് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഹൈ സ്പോട്ട് വിച്ച് ആർ സംടൈംസ് ഫോർഡ് ആസ് പാനൽ ഈസ് പ്ലാനിഷ്. ദിസ് ടൈപ്പ് ഓഫ് ഹാമറിംഗ് ഈസ് കോൾഡ്. സ്പ്രിംഗ് ഹാമറിംഗ് ആണ് ശരി ഉത്തരം. 74ാമത്തെ ചോദ്യം. ദ വോളിയൂം ഓഫ് എയർ സക്ഡ് ബൈ ദ കംപ്രസർ ഡ്യൂറിങ് ഇറ്റ് സക്ഷൻ സ്ട്രോക്ക്. അതായത് കംപ്രസർ അതിൻ്റെ സക്ഷൻ സ്ട്രോക്കിൽ സക്ക് ചെയ്യുന്ന വോളിയം, എയറിൻ്റെ വോളിയമാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്.
75ാമത്തെ ചോദ്യം ഫെറസ് മെറ്റാലിക് സർഫസ് ഷുഡ് ബി കോട്ടഡ് വിത്ത് എ ഗുഡ് ഡാഷ് ബിഫോർ പെയിൻറ്റിംഗ് ഇനാമൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ്. 76 ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ലിക്വിഡ് ഇൻ ടൈനി ഡ്രോപ്ലെറ്റ് ഈസ് കോൾഡ്. ലിക്വിഡിനെ ടൈനി ഡ്രോപ്ലെറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിനെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. 77ാമത്തെ ചോദ്യം വിച്ച് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെലൈറ്റ് അലോയ് വെൽഡിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫ്ലെയിമാണ് സ്റ്റെലൈറ്റ് അലോയ് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി കാർബറൈസിങ് ഫ്ലെയിം. 78ാമത്തെ ചോദ്യം ഡാഷ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോളിലൈൻ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആർ സെഗ്മെൻറ്റ്. ഇറ്റ് ഹാസ് 2 പ്രോപ്പർട്ടീസ് വിത്ത് ആൻഡ് ക്ലോസ്ഡ് ഇൻ ഓട്ടോകാഡ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നിരിക്കുന്ന ഓപ്ഷനിലില്ല, അതുകൊണ്ട് തന്നെ PSC ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 79ാമത്തെ ചോദ്യം പോയിൻ്റ് ആംഗിൾ ഓഫ് ദ ചിസൽ യൂസ്ഡ് ഫോർ കട്ടിംഗ് അലൂമിനിയം. അലൂമിനിയം കട്ട് ചെയ്യുന്നതിനുള്ള ചിസലിൻ്റെ പോയിൻ്റ് ആംഗിൾ ഓപ്ഷൻ ഡി 30 ഡിഗ്രി ആയിരിക്കും. 80ാമത്തെ ചോദ്യം അയൺ ഈസ് ഹീറ്റഡ് വിത്ത് certain temperature in zinc dust. Zinc absorbed into the surface of iron is called. അതായത് അയണിനെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ സിങ്ക് ഡസ്റ്റിൽ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സിങ്ക് എന്താക്കും? സിങ്ക് അബ്സോർബ് ഇൻ ടു ദ സർഫസ് ഓഫ് ദ അയൺ. സർഫസ് ഓഫ് ദ അയണിലേക്ക് സിങ്കിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഷെർഡൈസിങ് എന്നാണ് ഈ പ്രോസസ്സിൻ്റെ പേര്. സിങ്ക് അയൺ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഷെർഡൈസിങ്. 81ാമത്തെ ചോദ്യം ദ ഫോളോയിങ് ലൈൻ ഈസ് യൂസ്ഡ് ഫോർ ഹിഡൻ ഔട്ട്ലൈൻസ്. അപ്പോൾ ഹിഡൻ ഔട്ട്ലൈനിൻ്റെ ലൈന് തന്നിരിക്കുന്ന ഓപ്ഷൻസിലില്ല, അതുകൊണ്ട് ഈ ചോദ്യവും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 82ാമത്തെ ചോദ്യം ദ ഫങ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ ടോഗിൾ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിങ്ങിൽ ടോഗിൾ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ കീ ആണ് F11. 83ാമത്തെ ചോദ്യം ദ ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ ചേസിങ് ഓർ റീകണ്ടീഷനിങ് ദ ഡാമേജ്ഡ് ത്രെഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് ടു റീകണ്ടീഷനിങ് ദ ഡാമേജ്ഡ് ത്രെഡ്? ഡാമേജ്ഡ് ത്രെഡിനെ റീകണ്ടീഷനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഡൈനട്ട്. ഓപ്ഷൻ ഡി ഡൈ നട്ട്. 84ാമത്തെ ചോദ്യം ഹീറ്റ് അഫക്റ്റഡ് സോൺ ഇൻ പ്ലാസ്മ ആർക്ക്. പ്ലാസ്മ ആർക്കിലെ ഹീറ്റ് അഫക്റ്റഡ് സോണ് 2.54 മില്ലിമീറ്റർ ആയിരിക്കും. അടുത്തത് 85ാമത്തെ ചോദ്യമാണ് ഡാഷ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സെറ്റ് എ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം ബൈ ഷിഫ്റ്റിംഗ് ദ വർക്കിംഗ് XY പ്ലെയിൻ ടു ദ ഡിസൈഡ് ലൊക്കേഷൻ ഇൻ ദി ഓട്ടോകാഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ദ കോർഡിനേറ്റ് സിസ്റ്റം ബൈ ഷിഫ്റ്റിംഗ് ദ വർക്കിംഗ് XY പ്ലെയിൻ. വർക്കിംഗ് XY പ്ലെയിൻ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം ടു ദ ഡിസൈഡ് ലൊക്കേഷൻ. ഒരു പുതിയൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് UCS കമാൻഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 86ാമത്തെ ചോദ്യം ദ പോയിൻ്റ് ആർ ലൊക്കേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ് 0, 0. The syntax is XY in AutoCAD. This method is called option C absolute coordinate method. The point are located with the respect to the object 0, 0. The syntax is XY in AutoCAD. This method is called option C absolute coordinate method. അടുത്ത 87ാമത്തെ ചോദ്യം ഗവൺമെൻറ് ക്ലിപ്പ് ഈസ് ഓൾസോ നോൺ ആസ്. ഗവൺമെൻറ് ക്ലിപ്പിനെ പറയുന്ന മറ്റൊരു പേരാണ് കപ്പ് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ക്ലിപ്പ് ഈസ് ഓൾസോ നോൺ ആസ് കപ്പ് ക്ലിപ്പ്. അടുത്ത 88ാമത്തെ ചോദ്യമാണ് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. അലൂമിനിയം ഉരുകുന്നത് 660 ഡിഗ്രി സെൽഷ്യസിലാണ്. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലൂമിനിയം ഈസ് 660 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത 89ാമത്തെ ചോദ്യമാണ് വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൽ യൂസ് ചെയ്യുന്ന ത്രെഡാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൽ യൂസ് ചെയ്യുന്ന ത്രെഡാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ്.
അടുത്തത് 90ാമത്തെ ചോദ്യമാണ്. ടു മേക്ക് ദ മെറ്റൽ സർഫസ് സ്മൂത്ത് ബൈ ഹാമറിങ് ഇറ്റ് ഓവർ എ സ്ട്രൈക്ക് ഓർ ബ്ലോക്ക്. അതായത് മെറ്റൽ സർഫസിനെ സ്മൂത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാമർ ഇറ്റ് ഓവർ എ സ്ട്രൈക്ക് ഓർ ബ്ലോക്ക്, ആ പ്രോസസ്സാണ് പ്ലാനിഷിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി പ്ലാനിഷിംഗ്. 91ാമത്തെ ചോദ്യം. ഹെക്സഗൺ സോക്കറ്റ് റെഞ്ചസ് ഓൾസോ നോൺ ആസ്. ഹെക്സഗൺ സോക്കറ്റ് റെഞ്ചസിൻ്റെ മറ്റൊരു പേരാണ് അലൻ കീ. 92. ലേസി ടോങ് ഈസ് എ. ലേസി ടോങ് എന്താണ്? ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് റിവറ്റിംഗ് ടൂളാണ് ലേസി ടോങ്. അപ്പോൾ ലേസി ടോങ് എന്താണെന്ന് ചോദിച്ചാലോ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് റിവറ്റിംഗ് ടൂളിൻ്റെ പേരാണ് ലേസി ടോങ്. 93. ദ കളർ ഓഫ് ദി അസറ്റിലിംഗ് ഗ്യാസ് സിലിണ്ടർ. അസറ്റിലിംഗ് ഗ്യാസ് സിലിണ്ടറിൻ്റെ കളർ ഓപ്ഷൻ എ മെറൂൺ കളറായിരിക്കും. അസറ്റിലിംഗ് ഗ്യാസ് സിലിണ്ടറിൻ്റെ കളർ എന്തായിരിക്കും? മെറൂൺ ആയിരിക്കും. 94ാമത്തെ ചോദ്യം. നോട്ട് എ പ്രോപ്പർട്ടീസ് ഓഫ് ദി അലൂമിനിയം സ്ട്രിപ്പ്. താഴെ തന്നിരിക്കുന്നതിൽ അലൂമിനിയം സ്ട്രിപ്പിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്ത ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. റസ്റ്റ് പ്രൂഫ്, ഡയമെൻഷനലി സ്റ്റേബിൾ, ഫൈൻ ഫിനിഷ്, ഓപ്ഷൻ ഡി ഹൈ ബ്രിട്ടിൽ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഹൈ ബ്രിട്ടിൽ എന്നത് അലൂമിനിയം സ്ട്രിപ്പിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ല. അലൂമിനിയം സ്ട്രിപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകത്തൊന്നുമില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഹൈ ബ്രിട്ടിലാണ് ശരി ഉത്തരം. 95ാമത്തെ ചോദ്യം. ദ പ്രോസസ് ഓഫ് കവറിങ് ആൻ ഏരിയ ഓഫ് മെറ്റൽ വിത്ത് മോൾട്ടൺ സോൾഡർ ഈസ് കോൾഡ്. ദ പ്രോസസ് ഓഫ് കവറിങ് ആൻ ഏരിയ ഓഫ് ദ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ ഏരിയ കവർ ചെയ്യുകയാണ് വിത്ത് മോൾട്ടൺ സോൾഡർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടിന്നിങ്. ഓപ്ഷൻ എ ടിന്നിങ് ആണ് ശരി ഉത്തരം. 96ാമത്തെ ചോദ്യം. ദ പ്രോസസ് ഓഫ് ദ ഷീറ്റ് മെറ്റൽ ഡിസ്ക് റോൾഡ് ടു സ്പെസിഫിക് ഷേപ്പ് ബൈ ഫോഴ്സിങ് ദ മെറ്റൽ ടു ഫ്ലോ ഓവർ സ്യൂട്ടബിൾ മാൻഡ്രൽ ഈസ് നോൺ ആസ്. ഇതിൻ്റെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, സ്പിന്നിങ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ദ പ്രോസസ് ഓഫ് ഷീറ്റ് മെറ്റൽ ഡിസ്ക് റോൾഡ് ടു സ്പെസിഫിക് ഷേപ്പ് ബൈ ഫോഴ്സിങ് ദ മെറ്റൽ ടു ഫ്ലോ ഓവർ ദ സ്യൂട്ടബിൾ മാൻഡ്രൽ ഈസ് നോൺ ആസ് ഓപ്ഷൻ സി സ്പിന്നിങ്. 97. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പോട്ട് വെൽഡിംഗ് മെഷീൻ. സ്പോട്ട് വെൽഡിംഗ് മെഷീൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആണ് ശരി ഉത്തരം. അപ്പോൾ സ്പോട്ട് വെൽഡിംഗ് മെഷീൻ്റെ പ്രിൻസിപ്പിളാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അത് ഉപയോഗിച്ചിട്ടാണ് സ്പോട്ട് വെൽഡ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. 98ാമത്തെ ചോദ്യം. ദ വിഡ്ത്ത് ഓഫ് ദ കട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്യാസ് കട്ടിംഗ് ഓപ്പറേഷൻ. ഒരു ഗ്യാസ് കട്ടിംഗ് ഓപ്പറേഷനിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിഡ്ത്ത് ഓഫ് ദ കട്ട് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി കർവ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി കർവ്. 99ാമത്തെ ചോദ്യം. ദ ബേസിക് പ്ലാസ്മ കട്ടിംഗ് മെഷീൻ എംപ്ലോയ്സ്. ഒരു ബേസിക് പ്ലാസ്മ കട്ടിംഗ് മെഷീനിൽ DCEN ആണ്. ഓപ്ഷൻ സി DCEN ആണ് ശരി ഉത്തരം. 100ാമത്തെ ചോദ്യം. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ നിക്കൽ. അപ്പോൾ അവസാനത്തെ ചോദ്യമാണ്. നിക്കലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഓപ്ഷൻ ഡി 1452 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഡിഫറൻറ്റ് മെറ്റൽസ് കുറേ അധികം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാംസിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്